എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 പ്രവേശനത്തിനായുള്ള അപേക്ഷാ സമർപ്പണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ നാളെ മുതൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും നേരിടാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ടും അതിനുള്ള പരിഹാരവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ഈ ഒരു +1 അപേക്ഷ സമർപ്പിക്കുമ്പോൾ, നാളെ മുതൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യവും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാളെ മുതൽ അതായത് മെയ് 16 മുതൽ 25 വരെയാണ് ഈ ഒരു +1 പ്രവേശനത്തിനായി അപേക്ഷിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ നാളെ മുതൽ ഈ ഒരു അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങളിൽ പലരും നാളെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്കും ഇൻ്റർനെറ്റ് കഫേകളിലേക്കും സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളിലേക്കുമൊക്കെ പോവുകയും അല്ലാത്ത വിദ്യാർത്ഥികൾ സ്വയം തന്നെ ഓൺലൈനായി അപേക്ഷിക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യും. ഇത്തരത്തിൽ അപേക്ഷിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വർഷങ്ങളിലുമെല്ലാം വിദ്യാർത്ഥികളിൽ പലർക്കും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്ന ഒരു പ്രശ്നമാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു OTP, നിങ്ങൾക്കറിയാം +1 പ്രവേശനത്തിനായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഓരോ വിവരങ്ങളും എങ്ങനെയാണ് നൽകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടൊരു ലൈവ് റെക്കോർഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട വിദ്യാർത്ഥികൾക്കറിയാം, ഒരു OTP ലഭിക്കുന്നതിലൂടെയാണ് നമ്മൾ +1 പ്രവേശനത്തിനായുള്ള അപേക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു OTP ലഭിക്കാത്ത പ്രയാസം, അല്ല എങ്കിൽ അപേക്ഷ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ കഴിയാതെ വരിക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അതായത് എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കും സെർവർ ഡൗൺ ആവുകയും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നിങ്ങൾ നാളെ തന്നെ തിരക്കിട്ട് അപേക്ഷ സമർപ്പിക്കാനായി പോവാതിരിക്കുക. നാളെ എല്ലാവരും കൂടി ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വിദ്യാർത്ഥികളും നേരിട്ടിട്ടുള്ളത്. അപേക്ഷ സബ്മിറ്റ് ആയോ എന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെ പല വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും തിരക്ക് കൂട്ടാതിരിക്കുക. നാളെ തന്നെ ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ചില വിദ്യാർത്ഥികൾക്കെങ്കിലുമുള്ളൊരു തെറ്റിദ്ധാരണ, ആദ്യം അപേക്ഷിച്ചാൽ ആദ്യം തന്നെ സീറ്റ് ലഭിക്കും എന്നൊക്കെയാണ്. അത്തരത്തിലൊന്നുമല്ല അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ മെറിറ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പോയിൻ്റ്, WGPA എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ അപേക്ഷ നൽകിയ സമയം യാതൊരു വിധത്തിലും നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ സ്വാധീനിക്കുന്നില്ല. ആ കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ ഈ ഒരു 16 മുതൽ 25 വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത് സ്വന്തമായി ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. ഏത് രീതിയിൽ ചെയ്യുന്നവരായാലും അപേക്ഷയിൽ തെറ്റുകളില്ലാതെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കുക. കാരണം അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ദോഷകരമായി ബാധിക്കാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികളും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അപേക്ഷയിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, SSLC സ്കീം പോലുള്ള വിവരങ്ങളിലൊക്കെ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. അതിനായി നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു +1 പ്രവേശനം നടക്കുന്ന HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് മനസ്സിലാക്കാം. ഇനി അതല്ല എങ്കിൽ ഇതേപോലെ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ നിരവധി ചാനലുകൾ വഴി പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം. ഇനി ഈ ഒരു ചാനലിലൂടെ ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എങ്കിൽ അത് മുഴുവൻ, അതായത് ഈ വർഷം +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോകളും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതിനായി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും കൊടുക്കാം. ആ ഒരു പ്ലേലിസ്റ്റ്
നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളും നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇനി ചെയ്യുന്ന വീഡിയോകൾ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. മാത്രമല്ല +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടി ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഈ ഒരു ചാനലിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ വർഷവും മുൻ വർഷങ്ങളിലുമെല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴും എഡിറ്റ് ചെയ്യേണ്ട സമയമായാലും അഡ്മിഷൻ തുടങ്ങുന്ന സമയത്തും ക്ലാസ്സുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ആ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. തിരക്ക് കൂട്ടേണ്ടതില്ല. തെറ്റുകൂടാതെ അപേക്ഷ പൂർത്തിയാക്കാൻ ഓർമ്മിക്കുക. അപ്പോൾ ഈ കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വിവരങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക.